ഡിസംബർ 3 ബാംഗ്ലൂരിൽ ഗിരീഷ് എന്ന് പറയുന്ന 27-കാരനും ശുഭ എന്ന് പറയുന്ന 21-കാരും കൂടിയിട്ട് വൈകുന്നേരം ലഞ്ച് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ആയിരുന്നു ഇവർ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് പറയുകയാണ് ശുഭ, ഞാൻ ഇതുവരെ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, ഇതൊക്കെ കൊണ്ട് തന്നെ എന്നെ വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ ഗിരീഷ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും സഞ്ചരിച്ചുകൊണ്ടുണ്ടായിരുന്ന ബൈക്ക് നേരെ കോതമംഗലം റൂട്ടിലോട്ട് മാറ്റി പോവുകയാണ്. കോതമംഗലം റൂട്ടിലെത്തിയതിന് ശേഷം പിന്നീട് അവിടെ നിന്നും ബൈക്ക് അവിടെ പതുക്കെ നിർത്തിയപ്പോൾ തന്നെ അവിടെ നിന്ന് രണ്ടുപേർ നേരെ വരികയും പിന്നീട് ഗിരീഷിന്റെ തലക്ക് ഒരു ഇരുമ്പ് റോഡ് വെച്ച് അടിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇവൾ കീഞ്ഞ് ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ആളുകളെല്ലാം ഓടിക്കൂടിയത് കൊണ്ട് തന്നെ ഈ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അന്നേ സ്ഥലത്തോട്ട് വന്ന ഒരു കാറിനെ കൈകാട്ടി നിർത്തുകയും ചെയ്യുകയാണ്. ഒരു വയസ്സായ കപ്പിൾസ് ആയിരുന്നു ഒരു വണ്ടിയും കാര്യങ്ങളും ഓടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ആ കാറിലോട്ട് ഗിരീഷിനെ നേരെ കയറ്റുകയും പിന്നീട് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പിറ്റേ ദിവസം ഗിരീഷ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഇവളുടെ പക്കൽ പോലീസ് ചോദിച്ച ടൈമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരാണ് ആ രണ്ടുപേര് എന്ന് എനിക്കറിയില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരുടെ മുഖം എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നായിരുന്നു പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിക്കുകയും കർണാടക പോലീസ് ചെയ്തു. അതിൻ്റെ ഹെഡായിരുന്നു നാണയ്യ എന്നെ. ബാക്കിയുള്ള പോലീസുകാർക്കല്ല ഈ നാണയ്യ ഈ കേസും കാര്യങ്ങളും തെളിയിക്കില്ല എന്നായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് പ്രതി ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നീടാണ് പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളും നാണയ്യ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീടാണ് എൻഗേജ്മെന്റ് പാർട്ടിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ നാണയ്യ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ശുഭത്തിൻ്റെയും അതുപോലെ തന്നെ ഗിരീഷിൻ്റെ എൻഗേജ്മെന്റ് പാർട്ടിയുടെ ഫൂട്ടേജും കാര്യങ്ങളും എടുത്തിട്ട് നാണയ്യ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അന്നേ സമയമാണ് ഒരാൾക്ക് മാത്രം സന്തോഷവും കാര്യങ്ങളും ഇല്ല, വളരെയധികം ടെൻഷനും അതുപോലെ തന്നെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതായിട്ട് ആ ഗ്യാസറ്റിൻ്റെ അകത്ത് പലതവണ ഇട്ട് നോക്കിയപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ശുഭത്തിൻ്റെ പക്കൽ പോയതിനു ശേഷം ശുഭത്തിൻ്റെ മൊബൈൽ ഫോണാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്തു. ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചു നോക്കിയതിന് ശേഷം പിന്നീട് കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസം, അതായത് ഡിസംബർ 3-ാം തീയതി 75 തവണയോളം ഒരു നമ്പറിനകത്ത് വിളിച്ചിട്ടുണ്ട് എന്ന്. ഇതൊന്നും അറിയാത്ത പക്ഷം കാണിച്ചുകൊണ്ട് തന്നെ ശുഭത്തിൻ്റെ മകൾ ആ ഫോൺ കൊടുക്കുകയും പിന്നീട് ആ നമ്പറും കാര്യങ്ങളും ആരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അത് ലോ കോളേജ് സ്റ്റുഡൻ്റായ അരുൺ എന്ന് പറയുന്ന 19-കാരൻ്റെ നമ്പറും കാര്യങ്ങളുമാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയും പിന്നീട് അരുണിനെ നേരെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം അരുണിനെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അരുണിൻ്റെ പക്കൽ ചോദിച്ചു, നിനക്ക് ഗിരീഷിനെ അറിയാമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. ഗിരീഷിനെ എനിക്ക് അറിയില്ല എന്ന തരത്തിലുള്ള കാര്യമായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവനെ വിട്ടയക്കുകയും ചെയ്തു. വിട്ടയച്ചപ്പോൾ ഇവൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു നമ്പറിലോട്ട് കോൾ പോവുകയാണ്. ആ കോൾ പോയ നമ്പറും കാര്യങ്ങളും പോലീസ് ആ ട്രേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്രകാരമുള്ള കാര്യമായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തതിന് ശേഷം എന്നെ വിട്ടയച്ചു. പോലീസുകാർക്ക് എൻ്റെ മേൽ യാതൊരു തരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഇല്ല. അത്തരത്തിലുള്ള കാര്യമാണ് ഞാൻ പോലീസുകാരുടെ പക്കൽ പറഞ്ഞത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആ നമ്പറിലോട്ട് വിളിച്ചു പറയുകയും ചെയ്തു. മറിച്ചാണെങ്കിൽ ഇവൻക്കറിയില്ലായിരുന്നു പോലീസുകാർ ഈ നമ്പറും കാര്യങ്ങളും ട്രേസ് ചെയ്ത് നോക്കുന്നുണ്ട് എന്ന്. അത് വേറെ ആരുമായിരുന്നില്ല ഇവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗിരീഷ് എൻഗേജ്മെന്റും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്ന ശുഭത്തിന്റെ നമ്പറിലോട്ടായിരുന്നു ഇവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാർ ശുഭത്തിന്റെ പക്കൽ പോവുകയും പിന്നീട് ശുഭത്തിന് അറസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോലീസുകാർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എൻഗേജ്മെന്റ് പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്ന അന്നേ സ്ഥലത്തുള്ള മേക്കർമാൻ പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർക്ക് യാതൊരു രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവളെ പക്കൽ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത്, നിന്റെ എൻഗേജ്മെന്റ് കാര്യമല്ല, എനിക്ക് സന്തോഷത്തോടെ നിൽക്കേണ്ട എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു. അത് മറിച്ച് നേരം നിനക്ക് നിന്റെ വീട്ടുകാരുടെ പക്കൽ പറഞ്ഞാൽ പോരെ എന്ന് മേക്കപ്പ് മാൻ ചോദിച്ചപ്പോൾ മേക്കപ്പ് മാൻ്റെ പക്കൽ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേ സംസാരിച്ചു, അവർ സമ്മതിച്ചിട്ടില്ല, ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളൊന്ന് പോയി സംസാരിക്കുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ വയസ്സായ കപ്പിൾസ് ഗിരീഷിനെ അടിയേറ്റതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പോലീസുകാരുടെ പക്കൽ ചെറിയ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവൾ എന്തുകൊണ്ടാണ് മുമ്പിൽ വന്ന് കുത്തിയിരുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. അതായത് സാധാ രീതിയിൽ തന്നെ അടുത്തൊരാൾക്ക് ഇത്തരത്തിലുള്ള അറ്റംപ്റ്റും കാര്യങ്ങളും നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിലോ അയാളുടെ കൂട്ടത്തിൽ തന്നെയല്ലേ ഇവിടെ ഇരിക്കേണ്ടത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ മൊഴിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അരുണിനെയും അതുപോലെ തന്നെ ശുഭത്തിനും പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തപ്പോൾ ശുഭമുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ എൻഗേജ്മെന്റ് നടന്ന സമയത്താണെങ്കിൽ അരുണാണ് എന്ന സ്ഥലത്തോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് ഗിരീഷിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും മൊബൈൽ ഫോൺ വിളിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച അന്നേ ദിവസം പിന്നീട് അരുണാണ് ഇവരെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ തന്നെ ഇവിടെ പറയുകയാണ് നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല, ഇതൊക്കെ കൊണ്ട് തന്നെ ഡിസംബർ 3-ാം തീയതി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് വരാം, നീ ഒരു വാടകക്കുലയാളെ ഒപ്പിച്ചതിന് ശേഷം അവിടെ വെച്ച് കൊലപാതകം ചെയ്യാമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 3, 2003 ഇവനെ നേരെ വിളിക്കുകയും പിന്നീട് ലഞ്ച് കഴിക്കാൻ പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു. അന്ന് സ്ഥലത്തോട്ട്
പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ ലഞ്ചും കാര്യങ്ങളും കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ധാരാളം ജനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ വെച്ച് കൊല്ലാൻ സാധിക്കില്ല എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ തന്നെ ഓരോ നീക്കങ്ങളും ഇവൻ കാണാതെ തന്നെ മൊബൈലിൽ നിന്ന് ഇവൾ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോതമംഗലം റൂട്ടിലോട്ട് വരാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ വിമാനം ലാൻഡ് ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം ഇവൾ പറയുകയും പിന്നീട് ഗിരീഷിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആരുമില്ലാത്ത സ്ഥലമെത്തിയപ്പോൾ വണ്ടി ഒന്ന് നിർത്താൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇവർ രണ്ടുപേരും ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരുണും വാടകക്കൊലയാളിയും വന്നതിന് ശേഷം അരുണാണെങ്കിൽ ഒരു ഇരുമ്പ് റോഡ് എടുത്ത് വന്നതിന് ശേഷം ഗിരീഷിൻ്റെ തലക്കെട്ടടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകൾ ഇത് കണ്ടതിന് ശേഷം അന്നേ സ്ഥലത്തോട് ഓടി വരാൻ വേണ്ടി നോക്കുകയും ചെയ്തു. പിന്നീട് രണ്ടാമത് അടിക്കാൻ നോക്കിയപ്പോൾ ആളുകൾ വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വാടകക്കൊലയാളിയും അരുണും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അന്നേ സ്ഥലത്ത് പിന്നീട് ഒരു വണ്ടി വന്നതിന് ശേഷം ആ കാറിൽ കയറ്റിയിട്ടതിന് ശേഷം പിന്നീട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. മറിച്ച് ഗിരീഷിനാണെങ്കിൽ അധികം ജീവിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മരണപ്പെടുകയും ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ശുഭത്തിനും അതുപോലെ തന്നെ അരുണിനും പിന്നീട് ആ വാടകക്കൊലയാളിയും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. ഇതിൽ ഗിരീഷ് എന്തിനാണ് മരണപ്പെട്ടത് എന്ന് ഗിരീഷിന് വരെ അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാൻ ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.